ഞങ്ങൾ അരുവാസിനെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്തുതിയുണ്ടാവാറുണ്ട്. ഞങ്ങൾക്ക് വീണ്ടും നിന്റെ സന്നിധിയിലായിരിക്കാമെന്ന് കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നമ്മുടെ കൂടി വന്നിരിക്കുന്ന സ്നേഹിക്കാൻ ഞങ്ങളുടെ അച്ഛൻ്റെ യാത്രയെ കർത്താവെ ഞങ്ങൾക്കായിരിക്കാമെന്ന് കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, കഴിഞ്ഞ കാലങ്ങളിൽ നിന്റെ മകനിൽ ലഭ്യമായ എല്ലാ ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. എൻ്റെ മകൻ കാര്യങ്ങളറിയ വചനങ്ങളൊക്കെയും കർത്താവ് 100, 60, 30 മേനിയായി കർത്താവ് ഫലം നൽകുവാൻ കൊണ്ടിടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ചെറുപ്പകാലത്തെ കർത്താവെ നിന്റെ സൃഷ്ടാവിനെ അറിഞ്ഞുകൊണ്ട് കർത്താവ് വേലയ്ക്ക് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞ 40 വർഷത്തിലോളം നീ നടത്തിയ വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്തു. കൂട്ടനായ കൊച്ചമ്മയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവരുടെ തണലിലായിരിക്കാൻ നിന്റെ മക്കൾ കൊടുത്ത എല്ലാ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്തു. കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് മക്കളെ അനുഗ്രഹമായി തീരുമാനത്തോളം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സഭയുടെ ക്രമീകരണം അനുസരിച്ച് കർത്താവെ വീണ്ടും കർത്താവെ വിശ്രമ വേളയിലാണെങ്കിൽ കർത്താവെ സുവിശേഷ വേളയിൽ കർത്താവെ ഒരു വിശ്രമമില്ലല്ലോ കർത്താവെ, നീ ആയിരിക്കും നിന്റെ മോനായിരിക്കുന്ന സ്ഥാനത്ത് നീ കാത്ത് പരിപാലിച്ചു കൊണ്ടുമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപയിൽ നിറച്ചുകൊണ്ടുമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരും നിന്റെ സന്നിധാനത്തിയിരിക്കുന്നു. കർത്താവിന്റെ സമയം അനുഗ്രഹമായി തീരുമാനത്തിയാകമേ, ദൈവം അതിൽ വസിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ നിറച്ചുകൊണ്ടുമേ എല്ലാം യേശുവിന്റെ നാമത്തിലെ പ്രാർത്ഥനകളെ കേൾക്കുമാറാകട്ടെ. ദൈവനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട പ്രസിഡന്റ് മിസസ് മേൽക്കുടി തോമസ്, ബഹുമാനപ്പെട്ട ഇടവായ കൊച്ചമ്മ, ഇടവ് മിഷൻ സംഘം സൺഡേ സ്കൂൾ അംഗങ്ങളെ, ഇടവ് ജനങ്ങൾ, കഴിഞ്ഞ 3 വർഷക്കാലമായി നമ്മുടെ ഇടവകയുടെ ഇടവുകാരിയായി സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന റവർ എഫ് ജേക്കബ് അച്ഛൻ തന്റെ സർവീസ് പൂർത്തിയാക്കി നാട്ടിലേക്ക് മടങ്ങുകയാണ്. ഈ 3 വർഷക്കാലം നമ്മുടെ ഇടവകയെ മുന്നിൽ നിന്ന് നയിച്ച റവർ എം ജേക്കബ് അച്ഛന് ഇടവകയായി നൽകുന്ന യാത്രയ്ക്ക് സമ്മേളനമായിട്ടാണല്ലോ നാം എത്തിയിരിക്കുന്നത്. ഇന്നത്തെ ഈ പ്രോഗ്രാമിന്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന വൈസ് പ്രസിഡന്റ് മേൽക്കുടി തോമസ് ഇടവകയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ആവശ്യമായ അറിവുകൾ നൽകി ഉപദേശങ്ങൾ നൽകി ഇടവ കമ്മിറ്റിയെ ഇടവകയെ നയിക്കുന്നു. ഇടവ വൈസ് പ്രസിഡന്റ് മേൽക്കുടി തോമസിനെ ഈ പ്രോഗ്രാമിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം ചെയ്തു. കഴിഞ്ഞ 3 വർഷക്കാലമായി ഗവൺമെന്റിനെ നമ്മുടെ ഇടവകാരിയായി സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു. തന്റെ 40 വർഷത്തെ ശുശ്രൂഷയിൽ നമ്മുടെ ഇടവകയിൽ നിന്നുകൊണ്ട് തന്നെ റിട്ടയർ ചെയ്യുന്നതിന് സാധിച്ചു. ഈ കാലയളവിൽ 1 വർഷക്കാലം അച്ഛന്റെ കൂടെ നിന്ന് പ്രവർത്തിക്കുവാനായി എനിക്ക് സാധിച്ചു. അച്ഛന്റെ നീണ്ട കാലയളവിലെ പ്രവർത്തന പരിചയം, അനുഭവങ്ങൾ നമ്മുടെ ഇടവയുടെ വളർച്ചയ്ക്കും മുന്നോട്ടുള്ള പ്രയാണത്തിനും ഒരുപാട് ശക്തിയേകി. അച്ഛനെയും കൊച്ചമ്മയെയും ഈ പ്രോഗ്രാമിലേക്ക് സന്തോഷത്തോടെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു. അടുത്തതായി ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ഇടവ് മിഷൻ, ദീർഘാ സംഘം, സൺഡേ സ്കൂൾ, കൊയർ എന്നീ അടുത്തതായി ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ഇടവ് മിഷൻ, ദീർഘാ സംഘം, സൺഡേ സ്കൂൾ, കൊയർ എന്നീ സംഘടനകളെയും അതിന്റെ പ്രതിനിധികളെയും ഈ പ്രോഗ്രാമിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം. പ്രിയപ്പെട്ട ഇടവജനങ്ങളെ, നിങ്ങളാണ് ഈ ഇടവകയെ നിലനിർത്തുന്നതും അതിന്റെ മുന്നോട്ടുള്ള യാത്രയിൽ ഊർജ്ജമായി മാറുന്നത്. എല്ലാ ഇടവജനങ്ങളെയും കുഞ്ഞുങ്ങളെയും ഈ പ്രോഗ്രാമിലേക്ക് സന്തോഷത്തോടെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞങ്ങൾ ദൈവം നമ്മളെ എല്ലാം കഴിഞ്ഞ 3 വർഷക്കാലം നമ്മുടെ ഇടവകയെ സ്നേഹിക്കുകയും നമ്മുടെ ഇടവകയെ നേതൃത്വം ചെയ്തു വന്ന ബഹുമാനപ്പെട്ട ജേക്കബ് അച്ഛനും കൊച്ചമ്മയും സഭയുടെ തീരുമാനപ്രകാരം ഈ മാസം 21-ാം തീയതി നാട്ടിലേക്ക് പോവുകയാണല്ലോ. ഇന്ന് ഒരു പ്രത്യേക യാത്രയും മീറ്റിംഗ് അടുത്ത ആഴ്ചയാണ് അച്ഛൻ്റെ വിശുദ്ധ കുർബാന, ഈ സൗഹാർദ്ദ ലാസ്റ്റിലെ വിശുദ്ധ കുർബാന. എന്നാലും പ്രത്യേക ആവശ്യപ്രകാരം പ്രത്യേകമായിട്ട് ഇന്ന് നടത്താനായിട്ട് തീരുമാനിച്ചത് അച്ഛൻ്റെ ആഗ്രഹവും പ്രകാരം കൂടിയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ, അടുത്ത ആഴ്ചയും ബഹുമാനപ്പെട്ട അച്ഛൻ്റെ വിശുദ്ധാരാധന ശുശ്രൂഷ ഇവിടെ ഉണ്ടായിരിക്കും. അത്
അതിനോട് ചേർന്ന് അച്ഛനോട് സംസാരിക്കാനും ഒക്കെയുള്ള സമയം നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഇന്ന് നമ്മുടെ അച്ഛനും കൊച്ചമ്മയും കഴിഞ്ഞ 2021 മെയ് മാസം മുതലാണ് ഈ ഇടവകയിലേക്ക് അപ്പോയിൻ്റ് ആയത്. എന്നാൽ നമുക്കറിയാം, മഹാമാരിയുടെയൊക്കെ സമയത്തായിരുന്നു അച്ഛൻ്റെയൊക്കെ പോസ്റ്റിംഗ് ഇവിടെ. അതുകൊണ്ട് നമ്മുടെ ഇടവകയിൽ അച്ഛന് നേതൃത്വം കൊടുത്തുവെങ്കിലും അച്ഛന് വന്നത് ഈ 2021 ഒക്ടോബർ 6-ാം തീയതിയാണ്. എന്നാൽ നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ അച്ഛനെ എന്ന് തൊട്ട് സ്വഹാറിൽ അപ്പോയിൻ്റ് ചെയ്തോ അന്ന് മുതൽ ഇന്ന് വരെയും അച്ഛൻ്റെ നേതൃത്വവും അച്ഛൻ്റെ പ്രാർത്ഥനയും കരുതലും സ്നേഹവും സ്വഹാറിലുള്ള നമുക്കുണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ പറയുന്നതിലൂടെ നിങ്ങൾക്ക് ഏവർക്കും അറിയാമല്ലോ. ഞാൻ എൻ്റെ വ്യക്തിപരമായ ഇന്നത്തെ എനിക്ക് അധ്യക്ഷ പ്രസംഗമാണ്, അധികം സമയം ഞാൻ എടുക്കുന്നില്ല. 1-2 കാര്യങ്ങളും ഇന്നത്തെ പ്രോഗ്രാമിനെ പറ്റി ഒന്ന് പരിചയപ്പെടുത്തി തരിക എന്നുള്ളത് മാത്രമാണ് എൻ്റെ നിക്ഷിപ്തമായ കർത്തവ്യം. എന്നാൽ ബഹുമാനപ്പെട്ട അച്ഛനെ പറ്റി നാം ഓർക്കുമ്പോൾ എൻ്റെ പ്രത്യേകമായ ഒരു അനുഭവം ഞാൻ നമ്മൾ അച്ഛൻ്റെ നമ്മുടെ അച്ഛൻ്റെ റിട്ടയർമെൻറ്റ് സമയത്ത് അച്ഛനൊരു അനുമോദനമൊക്കെ നമ്മൾ കൊടുത്തതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അന്ന് ഒന്ന് പറയാനുള്ളത് ഞാനന്ന് മറന്നുപോയതല്ല, യാത്രയിൽ മീറ്റിങ്ങിൽ അത് പറയണം എന്ന് എനിക്ക് മനസ്സിലുണ്ടായിരുന്നു. അച്ഛൻ എപ്പോഴും പറയുമായിരുന്നു വൈസ് പ്രസിഡന്റിന് വലിയ ജോലിയൊന്നുമില്ല, അത് വാസ്തവം തന്നെയാണ്. ബഹുമാനപ്പെട്ട അച്ഛനായിരുന്നു എല്ലാ കാര്യവും ചെയ്തത്. പിന്നെ ഒരു കാര്യം പറഞ്ഞു, ചിലപ്പോൾ ഞാൻ യാത്രയിലേക്ക് വൈസ് പ്രസിഡന്റ് ചിലപ്പം ഒരു ജോലി വന്നേക്കും. അപ്പോഴും ഞാൻ ഓർത്ത് കഴിഞ്ഞ വർഷം വേറൊരു വൈസ് പ്രസിഡന്റ് ആയിരിക്കും തീർച്ചയായിട്ടും. എന്നാൽ ദൈവത്തിൻ്റെ ഒരു നിശ്ചയമായിരുന്നു ഇന്ന് അച്ഛൻ്റെ യാത്രയിൽ ഞാനിവിടെ നിൽക്കേണ്ടിരുന്നത്. കാരണം എനിക്കറിയാം, അച്ഛന് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട് മെയിൽ അച്ഛന് പോസ്റ്റിംഗ് ആകുമ്പോൾ ഞാൻ ആ സമയത്ത് വളരെ വേദനയിൽ കൂടെ കടന്നു പോകുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ ഞാൻ പ്രിയപ്പെട്ട അച്ഛൻ അത് ഓർക്കുന്നുണ്ടോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. എന്നാലും ഞാൻ അച്ഛനെ ഒന്ന് വിളിച്ചു. മാർച്ച്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മെയ് 3-4 തീയതികളിലാണ് ഞാൻ വിളിച്ചു പറഞ്ഞു, അച്ഛാ ഞാനിപ്പോൾ നാട്ടിലുണ്ട്, എൻ്റെ ഹസ്ബൻഡ് സിക്കായിട്ട് ഇവിടെ വളരെ സിക്കായിട്ട് ഇരിക്കുകയാണ്. അച്ഛന് സ്വഹാറിലെ ഒരു പഴയ മെമ്പറാണ് ഞാൻ. വിശ്വാസം പോകുന്നവരെയും അവർ ദൈവത്തിന് വേണ്ടി ദൈവത്തിൻ്റെ വലയ പ്രദേശത്ത് ആരോഗ്യമുള്ളിടത്തോളം പ്രവർത്തിപ്പാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. തീർച്ചയായും ബഹുമാനപ്പെട്ട ജേക്കബച്ചനെയും ആശവച്ചനെയും വളരത്തോ എവിടെയായിരുന്നാലും തീർച്ചയായിട്ടും അതിന് ദൈവം സഹായിക്കും എന്ന് ഇടവക ജനങ്ങളായി ഞങ്ങൾ ഒന്നിച്ചച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാം. അച്ഛൻ ഓർക്കാനില്ലായിരുന്നു, കാരണം അച്ഛന് 13 ഇടവകളിൽ 11ാമത്തെ ഇടവകയാണ് നമ്മുടെ ഇടവക. ഈ 12 ഇടവകയെ ഓർക്കുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ കാരണം ആരംഭിച്ചു നോക്കി അച്ഛൻ അവസാനം ഇരുന്ന ഇടവകയാണ് സ്വഹാർ. അപ്പോൾ സ്വഹാറിലെ ഓർഗാനിസ്റ്റുകൾക്കൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങളും തീർച്ചയായിട്ടും അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാനായിരിക്കുന്ന ഇടങ്ങളിൽ പോകുന്ന ഇടങ്ങളിൽ അച്ഛനെ ദൈവം സൂക്ഷിക്കട്ടെ, അച്ഛനെ ദൈവം കരുതട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഇനി അല്പസമയം നമ്മൾ ഇരുന്ന് നമ്മുടെ ഇടവകയുടെയും നമ്മുടെ സംഘടനയുടെ നാമത്തിലുള്ള എല്ലാ അനുമോദനങ്ങളും അച്ഛൻ അറിയിക്കുന്നതായിരിക്കും. ഇത് എത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം ദൈവത്തിൽ ആദ്യമായിട്ടാണ് നമ്മൾ ഒരു അച്ഛനോട് ഇത്രയും അടുത്ത ഇടപെട്ട് ഞാൻ ജീവിക്കുന്നത്. എല്ലാ കാര്യങ്ങളിലും എന്നും രാവിലെ എന്നും അച്ഛൻ വിളിക്കും. അച്ഛന് ഉച്ചവരെ ഞാൻ അങ്ങോട്ട് വിളിച്ചില്ലെങ്കിൽ ഒരു 3 മണി 4 മണിയാകുമ്പോൾ അച്ഛൻ ഇങ്ങോട്ട് വിളിക്കും, ജോസേ എവിടെയാ, സൗണ്ട് കേട്ടില്ലല്ലോ, എന്ത് പറയുന്നു, എങ്ങനെയുണ്ട്. അപ്പൊ എല്ലാ ദിവസവും ഞങ്ങൾ സംസാരിക്കുകയും എല്ലാ ദിവസവും കാണുന്നില്ലെങ്കിലും മിക്ക ദിവസവും നമ്മൾ കാണുകയും ചെയ്യുന്ന അച്ഛന് എനിക്കൊന്ന് ആശംസ പറയുന്നതിന് എനിക്ക് വളരെ സന്തോഷമുള്ളൂ. അച്ഛൻ്റെ റിട്ടയർഡ് ആകുന്നുവെങ്കിലും അച്ഛൻ്റെ പ്രവർത്തന മേഖലയിൽ നിന്ന് അച്ഛൻ വിരമിക്കുന്നില്ല. അച്ഛൻ ഇനിയുമാണ് കൂടുതൽ ആരോഗ്യവാനാണ്. അച്ഛൻ റിട്ടയർഡ് ആകുന്നില്ല. അച്ഛൻ്റെ പ്രവർത്തന മേഖലയിൽ കൂടുതൽ ശക്തിയോടെ യാതൊരു അപ്പം ഇപ്പോൾ ഒരു ഇടവകയാണ്, ഈ ഇടവകയെ ഒന്ന് നോക്കണം, ഇടവകയിലെ ആൾക്കാരെ ഒന്ന് പ്ലീസ് ചെയ്ത് ഇടവകയിലെ ആൾക്കാരോട് ചോദിച്ചിട്ട് എങ്ങോട്ടേലും പോകാൻ പറ്റത്തുള്ളൂ. പക്ഷെങ്കിൽ ഏപ്രിൽ 27 കഴിഞ്ഞ് കഴിഞ്ഞാൽ അച്ഛൻ ഫ്രീ ആണ്. അച്ഛൻ ആരോടും ചോദിക്കേണ്ട. അച്ഛൻ ഏത് ഇടവകയിൽ എപ്പം വേണമെങ്കിലും പോകാം. അച്ഛൻ ഫുൾ സ്വാതന്ത്ര്യവാനാണ്. അച്ഛൻ്റെ പ്രവർത്തന മേഖലയിൽ കൂടുതൽ കരുത്ത് കാണിക്കാൻ പറ്റുന്ന സമയമാണ്. അപ്പോൾ അച്ഛൻ എല്ലാവരും ആശംസകൾ നേരുന്നു. ഇതിനിടയ്ക്കും അച്ഛൻ എന്നോട് കഴിഞ്ഞ ദിവസം എവിടെ യാത്ര എന്നോട് പറഞ്ഞു, ജോസേ ഞാൻ പോയാലും എപ്പോഴും ഉണ്ടായിരിക്കണം, എന്ത് കാര്യത്തിനും അറിയണം, കുഞ്ഞുങ്ങളുടെ ഓരോ വളർച്ചയും കുഞ്ഞുങ്ങളുടെ ഓരോ എന്ത് കാര്യങ്ങളും കുഞ്ഞുങ്ങളുടെ എല്ലാ കാര്യങ്ങളും എന്നെ അറിയിക്കണം,
നമ്മൾ മുമ്പോട്ട് എല്ലാ കാര്യങ്ങളും അറിയണമെന്നൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ ആയിരിക്കും വെച്ചാൽ അച്ഛനോടുള്ള ഇടവകയുടെ എല്ലാവിധ ആശംസകളും എല്ലാവിധ സന്തോഷവും സ്നേഹവും ഇടവകയായിട്ട് അർപ്പിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ കൊച്ചു അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ നിന്ന് വരും. അടുത്തതായി ഇടവകയുടെ സ്നേഹോപകാരം ആശുപത്രിക്ക് നൽകുവാനായി മിസ്സസ് ലിസി മാത്യുവിനെ ക്ഷണിച്ചു. അടുത്തതായി പോഷക സംഘടനകളുടെ ആശംസകളും ഉപഹാര സമർപ്പണവുമാണ്. ആദ്യമായി ഇടവ മിഷന്റെ ആശംസ അറിയിക്കുവാനായി മിസ്റ്റർ വിനു ടി കെ ക്ഷണിച്ചു. ഏറ്റവും സ്നേഹമുള്ള ഇടവക വൈസ് പ്രസിഡന്റ് വെരിക്കുട്ടി മാമ, ഏറ്റവും സ്നേഹമുള്ള ബഹുമാനപ്പെട്ട എം ജഗപ്പച്ചൻ, കൊച്ചമ്മ, ഇതിന്റെ കൺവീനറായി പ്രവർത്തിക്കുന്ന ബിനോയ്, പോഷക സംഘടനകളുടെ ഭാരവാഹികള്, ഇടവകയുടെ ഭാരവാഹികള്, കൈസാന സമിതി അംഗങ്ങളെ എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഞാൻ അറിയിച്ചോട്ടെ. ഇവിടെ നാം ഇന്ന് കൂടിയിരിക്കുന്നതിന്റെ ഉദ്ദേശം നമ്മുടെ വെരിക്കുട്ടി മാമ പറഞ്ഞു. അതുകൂടാതെ ജോർജാനും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇവിടെ ഒരു യാത്രയപ്പ് സമ്മേളനം എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ക്രമീകരണങ്ങൾ പ്രകാരം മറ്റുള്ള അച്ഛന്മാരെ മറ്റുള്ള ഇടവുകളിലൊക്കെ ക്രമീകരിക്കുമ്പോൾ അവർക്ക് അല്ലെങ്കിൽ 3 വർഷം അല്ലെങ്കിൽ 4 വർഷം അതിൽ കൂടുതൽ കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ അറിവ് പ്രകാരം അങ്ങനെ മറ്റുള്ള സഭയിലേക്ക് പോകുക എന്നൊരു അനുഭവമാണല്ലോ ഉള്ളത്. എന്നാൽ അച്ഛനെ സംബന്ധിച്ചോളം ഒരു വിരമിക്കലും അതുപോലെ തന്നെ ഒരു യാത്രയപ്പ് സമ്മേളനവും അതുപോലെ നമ്മുടെ ഇടവകയെ സംബന്ധിച്ചിടത്തോളം സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥോടെ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും തന്നെ ചെയ്യുന്നു. അതുപോലെ തന്നെ ഇടവ മിഷന്റെ പ്രവർത്തനങ്ങളില്, ഇടവ മിഷന്റെ കൂട്ടായ്മകളില്, ഇടവകയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അച്ഛന്റെ നേതൃത്വം വലിയ എടുത്തു പറയപ്പെട്ട ഒരു സംഗതി തന്നെയായിരുന്നു. ദൈവം തമ്പുരാൻ കൂടുതലായിട്ട് ഒരുക്കി, കൂടുതലായിട്ട് ബലപ്പെടുത്തി, അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു. ഇടവ മിഷന്റെ എല്ലാ പ്രവർത്തനങ്ങളും കൂട്ടായ്മകൾക്കും അച്ഛൻ അതിയായ സ്നേഹത്തോടും കൊച്ചമ്മയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കൊച്ചമ്മ ഒരു സേവ്യാ സംഘത്തിന്റെ ഒരു സെക്രട്ടറിയായ എന്ന നിലയിൽ ഇവിടെ പ്രവർത്തിക്കുവാനായിട്ട് സാധിച്ചു. എനിക്ക് ഓർമ്മ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ അച്ഛന്മാരൊക്കെ ഇരിക്കുന്ന നിങ്ങൾ അതായത് പോയിരിക്കുന്ന ഇടകളിൽ ഒരു കൊച്ചമ്മമാരൊക്കെ സെക്രട്ടറി സ്ഥാനം വഹിച്ചിട്ടുള്ളത് എനിക്ക് ഓർമ്മ വരുന്നില്ല. എങ്കിലും അങ്ങനെ ഒരു സ്ഥാനം വഹിക്കുവാനായിട്ട് ദൈവം തമ്മിൽ ഒരുക്കിയ വലിയ കൃപയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിന് വേണ്ട സപ്പോർട്ടൊക്കെ അച്ഛൻ ചെയ്തു കൊടുത്തു. അതിനോടൊക്കെ ദൈവത്തെ സ്തുതിക്കുന്നു. അതൊക്കെയും നമ്മുടെ ഇടവകയ്ക്കും നമുക്കൊക്കെയും ഒരു മെമ്മറബിൾ ആണ്. അത് ഓർമ്മയിൽ നിന്ന് നിലനിൽക്കുമെന്ന് ഞാൻ എന്നും ഓർക്കുകയും ചെയ്യുന്നു. അച്ഛന് വാർദ്ധക്യം എന്ന് പറയുന്നത് ഇച്ചിരി ഒരു ദേഷ്യമുള്ള ഒരു കൂട്ടത്തിലാണ്. കാരണം ഒരു പ്രാവശ്യം എന്തോ ഞാൻ പറഞ്ഞപ്പോഴേ വാർദ്ധക്യത്തിന്റെ കാര്യം എന്തോ പറഞ്ഞപ്പോൾ അതിനോട് അച്ഛനെ യോജിച്ചില്ല. കാരണം അങ്ങനെ 25-ാം വയസ്സിലുള്ള അല്ലെങ്കിൽ യുവത്വത്തിന്റെ ആ യുവത്വത്തോടു കൂടെ അച്ഛന് ശോഭിക്കുവാൻ, മറ്റുള്ളവരുടെ ഇടയിൽ പ്രകാശിക്കുവാൻ ഒരു നല്ലൊരു മെഴുകുതിയായിട്ട് ആ ചുറ്റുകൂടെ കൂടെ മുന്നോട്ട് പോകുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം അതുപോലെ തന്നെ എനിക്കും അച്ഛനോട് കൂടെ വളരെ വിശുദ്ധ കുർബാനയ്ക്കും പല ശുശ്രൂഷകൾക്കും നേതൃത്വം കൊടുക്കുന്ന അച്ഛനോട് കൂടെ സംബന്ധിക്കുവാനും അതിലൊക്കെ ആയിരിക്കാനൊക്കെ ദൈവം തമ്മിൽ ഒരിക്കൽ വലിയ കൃപയും വലിയ പദവിയൊക്കെ ഓർക്കാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ജോർജ പറഞ്ഞതുപോലെ അനേക ദിവസങ്ങൾ അച്ഛനുമായിട്ടിരിക്കും ചെലവഴിക്കാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിനായിട്ടൊക്കെ ഒരു പിതൃ തുല്യനായിട്ട് അങ്ങനെ കൂടെ ഉണ്ടായിരുന്നു. എല്ലാ സഹകരണങ്ങൾക്കും എല്ലാ നല്ല വാക്കുകൾക്കൊക്കെ ഞങ്ങൾക്ക് നന്ദിയുണ്ട്. അച്ഛനെ ഏറ്റവും അധികം സ്നേഹത്തോടു കൂടെ ഞങ്ങൾ ഓർക്കുന്നു. പോകുന്ന ഇടങ്ങളിൽ സഭയുടെ ക്രമീകരണ പ്രകാരം ഇത് ഒരു യാത്ര
യാത്രയപ്പ് സമ്മേളനമാണെങ്കിൽ തന്നെയും അച്ഛന്റെ ഒരു വിരമിക്കൽ കൂടെയാണല്ലോ. അങ്ങനെ വിരമിക്കാൻ സഭയെ സംബന്ധിച്ചോടെ എനിക്ക് തോന്നുന്നു ജോർജാൻ പറഞ്ഞതുപോലെ അത് ഒരു വിരമിക്കുന്ന അച്ഛന്മാർക്ക് അവർക്ക് മറ്റുള്ള ശുശ്രൂഷകളൊക്കെ ചെയ്യുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് എൻ്റെ അറിവ്. അങ്ങനെ നല്ല കരുത്തോടുകൂടെ, നല്ല ഊർജ്ജസ്വലതയോടുകൂടെ, ആ യുവത്വത്തോടുകൂടെ ബഹുമാനപ്പെട്ട അച്ഛന് ഈ മഗ്നീയമായ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം തമ്പുരാൻ എല്ലാ കൃപയും തണലും ദൈവം തമ്പുരാൻ അനുഗ്രഹം ധാരാളമായിട്ട് കൊടുക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതുപോലെ തന്നെ കൊച്ചമ്മയ്ക്കും അത് കുടുംബത്തിനും എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും ഞാൻ ഇടവകയുടെയും കൈസാര സമിതിയുടെയും ഇടവ മിഷന്റെയും നാമത്തിൽ ഞാൻ ഏറ്റവും സ്നേഹത്തോടുകൂടി ഞങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ ഇടവ മിഷന്റെ സ്നേഹോപകാരം ഇടവ മിഷൻ ട്രസ്റ്റി മിസ്റ്റർ സോജി എബ്രഹാം അച്ഛന് നൽകുന്നതാണ്. അടുത്തതായി ഇടവ മിഷന്റെ സ്നേഹോപകാരം ആശുപത്രിക്ക് നൽകുവാനായി മുൻ ട്രസ്റ്റി മിസ് പ്രീതി വർഗീസിനെ ക്ഷണിച്ചു. Asha Kochama, Kaistana Samiti members, and all the parish members present here. On behalf of the church choir and my personal behalf, I would like to wish Achan and Kochama a blessed retired life. Achan, we will cherish your presence and the silent presence of Kochama during our practice sessions and at church. It was because of your suggestion we could organize musical evening after several years. Achan, you have silently sung through all our practice sessions and meetings and intervened only when it was absolutely necessary. Wishing you and your family a blessed life ahead. Thank you. ഇപ്പോൾ കൊയത്ത് സ്നേഹോപകാരം ഡോക്ടർ ബിജു മാത്യു അച്ഛന് നൽകുന്നതാണ്. അടുത്തതായി സേവികാ സംഘത്തിന്റെ ആശംസ അറിയിക്കുന്നതിനായി സേവികാ സംഘം വൈസ് പ്രസിഡന്റ് മിസ്സിസ് അമ്പിളി സാമിനെ ക്ഷണിച്ചു. നമ്മുടെ വികാരിയായിരിക്കുന്ന സഹവിശ്വാസ സമൂഹമേ, യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം അറിയിക്കുന്നു. സേവ്യാ സംഘത്തിന്റെ നാമത്തിലുള്ളതായ യാത്രയപ്പിന് വേണ്ടിയിട്ട് യാത്രയപ്പ് ക്രമീകരണത്തിന് വേണ്ടിയാണ് ഞാൻ നിൽക്കുന്നത്. യാത്രയപ്പ് എന്ന് പറയുമ്പോൾ ദുഃഖം, ഒരാളെ സ്വീകരിക്കുന്നതെന്ന് പറയുമ്പോൾ സന്തോഷമാണ്. എന്നാൽ ഒരു പുരോഗതിയെ സംബന്ധിച്ച് യാത്രയപ്പ് ദുഃഖമല്ല. ഒരു മുന്തിരി വള്ളി ഇവിടെ നട്ടു, അടുത്ത സ്ഥലത്തും അത് പോയി ഫലം കായ്ക്കും. ഒരിടത്തും മാത്രം ഫലം കായ്ച്ചാൽ പുരോഗതിൻ്റെ ശുശ്രൂഷ ശരിയാണ്. നമ്മുടെ അച്ഛനെ കൊണ്ട് നമ്മൾക്ക് ചെയ്യാവുന്ന ശുശ്രൂഷ കൂടെ ചെയ്തു. ഇതുവരെ ഓരോ ഇടവകയിൽ വായിക്കുന്നിടത്തൊക്കെയും അച്ഛൻ്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ ഫലം കായ്ക്കുവാനിടയായി. എന്നാൽ ഓരോ സ്ഥലത്തേക്കും മാറിപ്പോകുമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിൽ നിന്ന് ഇവിടുന്ന് പോകുമ്പോൾ റിട്ടയർമെൻറ്റ് ചെയ്താണ് അച്ഛൻ പോകുന്നത്. ഒരിക്കലും ഒരു പുരോഗതിൻ്റെ ശുശ്രൂഷയ്ക്ക് റിട്ടയർമെൻറ്റ് ഇല്ല. അവർക്ക് സഭ നിശ്ചയിച്ചിരിക്കുന്ന വസ്ത്രം അവർക്ക് മാറേണ്ട ആവശ്യമില്ല. കാരണം മരണം വരെയും അവർ
അവർക്കിത് അംഗീകാരമായിട്ട് കൊടുത്തിരിക്കുന്നതാണ്. മറ്റേത് സ്ഥാനത്തിരിക്കുന്നവർക്കും അവരുടെ സ്ഥാനം കഴിയുമ്പോൾ അവർക്ക് ബഹുമാനം നഷ്ടപ്പെടുകയാണ്. എന്നാൽ ഇതൊരിക്കലും ഒരച്ഛൻ്റെ ബഹുമാനം നഷ്ടപ്പെടുന്നില്ല, അച്ഛൻ്റെ ശുശ്രൂഷയ്ക്ക് ഭംഗം വരുന്നില്ല, അച്ഛന് എവിടെയും ശുശ്രൂഷ ചെയ്യുവാനുള്ളതായ അധികാരവുമുണ്ട്. പിന്നെ ഒരു കാര്യത്തിൽ നിന്ന് മാത്രമേ അച്ഛൻ മാറി നിൽക്കുന്നുള്ളൂ. എന്താണെന്ന് ചോദിച്ചാൽ അച്ഛൻ ഇനിയും ചുമതലാഭാരം മറ്റുള്ളവരുടെ അലട്ടുകളൊന്നും വരികയില്ല. കാരണം ഒരു കമ്മിറ്റിയുടേതും കുറ്റപ്പെടുത്തലുകളെ കണ്ട മറ്റൊന്നുമില്ല, സ്വതന്ത്രമാണ് അച്ഛൻ പ്രവർത്തിക്കുവാനുള്ളതായ സമയമാണ് ദൈവം ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. അച്ഛൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് വേദോസ്ത അടിസ്ഥാനത്തിൽ ഒരു വാക്യം ഞാൻ വായിച്ചു കൊള്ളട്ടെ. ഒരു ചെറുപ്രായത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് കിടക്കുവാനുള്ള ഭാഗ്യം ലഭിച്ച സഭയിലെ അധികം പേരൊന്നും കാണുകയില്ല. ഇത്രയും ഭാഗ്യം ലഭിച്ച ഒരു വ്യക്തിയാണ് അച്ഛൻ. സേവിയാ സംഘത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞാൻ കൈത്താങ്ങി. അതിശയം പറയട്ടെ, അച്ഛൻ ഈ വർഷം നിന്ന് പോകുമ്പോൾ ഇവിടെ ഇന്ന് കലാമത്സരത്തിന് മസ്കറ്റിലേക്ക് പോയാൽ എല്ലാ വ്യക്തികളും വിജയം വരിച്ചിട്ടാണ് തിരിച്ചു വന്നത്. ഒരു പ്രാവശ്യം പോലും ഇത്രയും പൂർണ്ണമായിട്ടുള്ള ആളുകൾ അംഗീകാരം ലഭിച്ചത് പൂർണ്ണമായിട്ട് എല്ലാ വ്യക്തികൾക്കും വിജയം വരിക്കാനുള്ളതായ സാധ്യത ലഭിക്കുന്നു. അത് അച്ഛൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. അച്ഛൻ്റെ പ്രവർത്തനം വളരെ സൈലന്റ്. എന്നാൽ ഒരിടത്തും ഇല്ലാത്തതായ ഒരു ഭാഗ്യമാണ് ഇവിടുത്തെ സേവ്യാ സംഘത്തിന് ലഭിച്ചത്. സേവ്യാ സംഘത്തിന് ഒരു സെക്രട്ടറി ഇല്ല, ട്രസ്റ്റിയോ സൈന്യം പിന്നെ പിടിച്ചേൽപ്പിച്ചൊരു ട്രസ്റ്റിയാക്കി, സെക്രട്ടറി ഇല്ല. വളരെ ഭാരപ്പെട്ടു. ആ സമയം അച്ഛൻ തന്നെ ഒരു തീരുമാനമെടുത്ത് അച്ഛൻ എന്നെ സെക്രട്ടറിയായിട്ട് പ്രവർത്തിച്ചു. എല്ലാ റിപ്പോർട്ടുകളും അതാത് ദിവസം കൂടുന്ന റിപ്പോർട്ടുകൾ എഴുതുമായിരുന്നു, അത് വായിച്ച് കേൾക്കുമായിരുന്നു. ഇതിന് കൈത്താങ്ങിൽ കൊടുത്തത് അച്ഛനാണ്, എന്നാൽ കൊച്ചമ്മയിലേക്ക് ഇറക്കി വിട്ടത് അച്ഛൻ. കൊച്ചമ്മ ഞങ്ങളോടൊപ്പം എല്ലാ സേവ്യാ സംഘ മീറ്റിങ്ങുകൾക്കും പ്രവർത്തിച്ചു. അച്ഛോ പോകുന്ന ഏത് സ്ഥാനത്ത് ഏത് പ്രദേശത്തായിരുന്നു വലിയവനായ ദൈവം അച്ഛനെ കൊച്ചമ്മയെ അവിടുത്തെ നന്മകളാൽ നിറയ്ക്കും. പ്രാർത്ഥിക്കാൻ എന്നും പ്രാർത്ഥിക്കണം, ഒരിക്കൽ പോലും ഞാൻ വാക്ക് തരികയില്ല. പ്രാർത്ഥനയിൽ ഓർക്കും, എല്ലാ ദിവസവും പ്രാർത്ഥിക്കത്തില്ല, തീർപ്പാന്ന് പറയുകയല്ല. ദൈവനാമത്തിന് മാത്രം ഉണ്ടാവട്ടെ. ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റ് മിസ്സസ് മേൽക്കുട്ടി തോമസ്, നമ്മുടെ പ്രിയപ്പെട്ട ജേക്കബ് അച്ഛൻ, ആശ കൊച്ചമ്മ, ക്രൈസ്തവ സമിതി അംഗങ്ങളെ, കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. നമ്മുടെ ഇവിടുത്തെ 3 വർഷത്തെ സേവനത്തിന് ശേഷം ഇവിടെ വിട്ടു പോകുന്ന പ്രിയപ്പെട്ട ജേക്കബ് അച്ഛനും ആശ കൊച്ചമ്മയ്ക്കും സൺഡേ സ്കൂളിൻ്റെ നാമത്തിൽ മംഗളം അർപ്പിക്കുക എന്നുള്ളതാണ് എന്നെ നിശ്ചിതമായിരിക്കുന്ന കർത്തവ്യം. സമയം വളരെയധികം അതിക്രമിച്ചിരിക്കുന്നു, അതുകൊണ്ട് മുഖവരെയൊന്നുമില്ലാതെ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. പാൻഡമിക്കിൻ്റെ കാലഘട്ടത്തിലാണ് അച്ഛൻ നമ്മുടെ ഇടവകകാരിയാകുന്നത്. ആ സമയത്ത് നമ്മുടെ സൺഡേ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ, സൺഡേ സ്കൂളിൻ്റെ ലെസൺസ് ഓൺലൈനായിട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അച്ഛൻ നാട്ടിലായിരിക്കുന്ന സമയത്ത് തന്നെ അച്ഛനെ ടെലിഫോണിൽ കൂടെ സൺഡേ സ്കൂളിലെ പലവിധമായ ആവശ്യങ്ങൾക്കൊക്കെയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനൊക്കെയും അച്ഛനെ നേരിട്ട് പരിചയപ്പെടുന്നതിന് മുമ്പ് സാധിച്ചിരുന്നു. പക്ഷേ എനിക്ക് നേരിട്ട് ഞാൻ അച്ഛനെ കാണുന്നതെന്ന് വെച്ചാൽ വളരെ അതിശയത്തോടെ ഞാനിപ്പോൾ ഓർക്കുന്നത് നമ്മുടെ അച്ഛൻ്റെ എനർജി ലെവലാണ്. വാളകത്തു നിന്ന് മാവേലിക്കര വരെ അച്ഛൻ ബൈക്കിൽ ഞങ്ങൾ നാട്ടിലായിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ വരുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് അച്ഛനെ കാണുന്നത്. എന്നാലും ഞാൻ ഓർത്തു, അച്ഛൻ്റെ ആ ഏജിലും അവിടെ വരെ എത്തിയല്ലോ. ഇപ്പം ഇവിടെ വന്നതിന് ശേഷമാണെങ്കിലും അച്ഛൻ്റെ എനർജി ലെവലിനെ കുറിച്ച് പറയുമ്പോൾ ചില സമയത്ത് അച്ഛൻ പിന്നെ വാഹന സൗകര്യം ഇല്ലാതിരിക്കുന്ന സമയത്ത് അച്ഛൻ രാവിലെ നടക്കാൻ പോകുമ്പോൾ അവിടെ ഉള്ള വഴിയിലുള്ള വീടുകളിലൊക്കെ ഹൗസ് വിസിറ്റിന് പോകുന്നതൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട്. അച്ഛൻ്റെ ആ എനർജി, അച്ഛൻ ഈ സൺഡേ സ്കൂളിലെ പ്രവർത്തനങ്ങൾ എപ്പോഴും വളരെയധികം ഞങ്ങൾക്ക് വളരെയധികം ഇൻസ്പിറേഷൻ നൽകിയിരുന്നു. ഞാൻ സൺഡേ സ്കൂളിലെ പ്രതികരിച്ചാണെങ്കിലും നിൽക്കുന്നതെങ്കിലും എനിക്ക് എൻ്റെ പേഴ്സണലായിട്ട്
ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രയാസമുള്ള ഘട്ടത്തിൽ ഞാൻ വിഷമം അനുഭവിച്ച സമയത്ത് ഇടവകയെ പ്രതിനിധീകരിച്ച് അച്ഛൻ ഞങ്ങളുടെ കുടുംബത്തിന് കൈത്താങ്ങലായി വന്ന് ഞാൻ നാട്ടിൽ വന്ന സമയങ്ങളിൽ ഞാൻ വളരെ നന്ദിയോടെ ഞാൻ സ്മരിക്കുകയാണ്. അച്ഛനെ സ്വീകരിക്കാനായിട്ട് എൻ്റെ പ്രിയതമൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ തിരിച്ചു വിടാനായിട്ട് അച്ഛനെ ഞാൻ വീട്ടിൽ ക്ഷണിച്ച സമയത്ത് ഞാൻ അതായിരുന്നു ഓർത്തു. അന്നേരം ഇപ്പോൾ ആ ആളില്ല. പക്ഷേ എന്നാലും അച്ഛൻ എൻ്റെ പ്രയാസഘട്ടത്തിൽ വളരെയധികം ആശ്വാസകരമായി ദൈവസ്നേഹത്തിലുള്ള കൈത്താങ്ങൽ നൽകിയ നന്ദിയോടെ ഞാൻ ഈ സമയത്ത് അനുസ്മരിക്കുകയാണ്. അച്ഛനും കൊച്ചമ്മയും നമ്മുടെ സൺഡേ സ്കൂളിലെ പ്രവർത്തനത്തിൽ ഞാൻ പറഞ്ഞല്ലോ വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ അച്ഛൻ ഇവിടെ വന്ന സമയത്ത് സൺഡേ സ്കൂളിൻ്റെ ആദ്യകാലഘട്ടങ്ങളിൽ 1 വർഷത്തോളം കൊച്ചമ്മ നമ്മുടെ സൺഡേ സ്കൂൾ അധ്യാപികയായി പ്രവർത്തിച്ചിരുന്നു. വളരെ നന്ദിയോടെ ഞാൻ കൊച്ചമ്മയെ കൂടി ലഭിച്ച ഈ സമയത്തെ സേവനത്തെ സ്മരിക്കുന്നു. അതിലുപരി അച്ഛനെയും കൊച്ചമ്മയെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഇതേവരെ 25 വർഷമായി ഞാൻ മർത്തോമ സഭയിലായിട്ട് മർത്തോമ സഭയിലെ ഒരു ഇടവകയിലും ഞാൻ കാണാത്ത ഒരു കാര്യം നമ്മുടെ ഇടവ വികാരിയിൽ നിന്ന് ഞാൻ കണ്ടിരിക്കുന്നത്, സൺഡേ സ്കൂൾ തുടങ്ങുന്ന സമയത്ത് ഏത് കുഞ്ഞുങ്ങളും അധ്യാപകരും വരുന്നതിന് മുമ്പ് നമ്മുടെ അച്ഛനും കൊച്ചമ്മയും ഇവിടെ സ്ഥലത്തുള്ള സമയത്ത് എപ്പോഴും സന്നിഹിതരായിരുന്നു. കോമൺ സെഷൻ നടക്കുന്ന സമയത്താണ് ചില സമയത്ത് അച്ഛൻ നമ്മളെ പാട്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് സഹായിച്ചിട്ടുണ്ട്, ഡിവോഷൻ എടുത്ത് സഹായിച്ചിട്ടുണ്ട്. ഇന്നേ വരെ ഒരു ഇടവകാരും ചെയ്യാത്ത കാര്യമാണ് അച്ഛനും കൊച്ചമ്മയും ചെയ്തിരുന്നത്. നമ്മുടെ സൺഡേ സ്കൂളിൻ്റെ എല്ലാ കോമൺ സെഷനിലും അച്ഛനും കൊച്ചമ്മയും സന്നിഹിതരായിരുന്നു. ആ സാന്നിധ്യം നമ്മുടെ പ്രവർത്തനങ്ങൾക്ക്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെട്ടു. അച്ഛനും കൊച്ചമ്മയ്ക്കും സൺഡേ സ്കൂളിൽ ഞാൻ പറയുന്നില്ല, അച്ഛൻ്റെയും കൊച്ചമ്മയുടെയും ശുശ്രൂഷകൾ എവിടെ ആയിരിക്കുന്നു അവിടെ എല്ലാം ലഭിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സംഖ്യാപുസ്തകം 6-ാം അധ്യായം 24-26 വാക്യങ്ങൾ. The Lord bless you and keep you. The Lord make his face shine on you and be gracious to you. The Lord turn his face toward you and give you peace. Amen. Sohas Sunday School സ്നേഹ ഭാരം നൽകുവാനായി സൺഡേ സ്കൂൾ ട്രസ്റ്റി മിസ്സസ് ജെയിൻ ആൻഡ് തോമസ് ക്ഷണിച്ചു കൊടുക്കുന്നു. മറുപടി പ്രസംഗത്തിനായി അച്ഛനെ ക്ഷണിച്ചു. മീറ്റിംഗ് ഒരു 11 മണിയാകുമ്പോഴേക്കും അവസാനിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നാൽ 10 ആകും. അതുകൊണ്ട് ഒരു കുറച്ച് സമയം മാത്രമേ എടുക്കുന്നുള്ളൂ. പ്രിയപ്പെട്ട ഇടവക വൈസ് പ്രസിഡന്റ് മാമ, ഇടവക അംഗങ്ങളെ എല്ലാവർക്കും സ്നേഹവന്ദനം. എനിക്ക് സത്യത്തിൽ നിങ്ങൾ പറഞ്ഞതുപോലെ ഈ യാത്രയെപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം യാത്രയയപ്പുകളുടെ അവസാനത്തെ മൊമെൻ്റ്. ഞാൻ 13 ഇടവകയിൽ 13ാമത്തെ ഇടവകയാണ്. ആദ്യമൊക്കെ ഓരോ ഇടവകയോട് ചേർന്ന് 3-4 ഇടവകളുണ്ടാകും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്ര സെൻറ് ഓഫ് നടന്നുവെന്ന് എനിക്ക് തന്നെ കണക്ക് കൂട്ടിയെടുക്കാൻ പ്രയാസമാണ്. എന്നാൽ ഞാൻ ഓർക്കുന്ന ഹൃദയത്തിൽ തട്ടിയ ഒരുപാട് യാത്രയയപ്പുകൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു യാത്രയയപ്പാണ് നിങ്ങളൊന്നും എനിക്ക് തരുന്ന യാത്രയയപ്പ്.
എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളെല്ലാവരും ഞാൻ കാണുന്നത് എന്നെ സ്നേഹിക്കുന്ന, എന്നെ കരുതുന്ന എൻ്റെ പ്രിയപ്പെട്ടവരായിട്ടാണ്, സഹോദരങ്ങളായിട്ട്. മഹാത്മാഗാന്ധി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സേവനം ചെയ്യുന്ന ഓരോ സ്ഥാപനത്തിലും പല ആളുകൾ വരും. അവരവിടെ വരുന്നത് കൊണ്ടാണ് നിങ്ങളുടെ സ്ഥാപനം നിലനിൽക്കുന്നത്. ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന ഇടവക, ഞാൻ വികാരിയായിരിക്കുന്ന ഇടവക നിലനിൽക്കുന്നത് നിങ്ങളിവിടെ വരുന്നതുകൊണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഭക്തനും നിങ്ങൾ യജമാനന്മാരുമായി തീരുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ യജമാനന്മാരാണ്. നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ ഇടവകയോടുള്ള സഭയോടുള്ള താല്പര്യവുമാണ് അനേക വൈദികരെ നിർത്തുന്നത്. എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ സ്നേഹം കിട്ടുന്ന ഒരു വിഭാഗം മാർത്തോമയിലെ അച്ഛനാണ്, ജനങ്ങളുടെ. ക്രിസ്തുമസ് തിരുമേനി ഒരിക്കലും അത് പറഞ്ഞു, എൻ്റെ സഹോദരങ്ങൾ എന്നെ എത്രമാത്രം സ്നേഹിക്കും എന്ന് പറഞ്ഞതുപോലെ കഴിഞ്ഞതായി 41 വർഷങ്ങളിൽ ജനങ്ങളിൽ നിന്ന് കിട്ടിയതായിട്ടുള്ള ഒരു കരുതൽ സ്നേഹം, അതിൻ്റെ ഒരു പീക്ക് പോയിന്റിലാണ് ഞാൻ ഓർക്കുന്നത്. ഞാൻ ആദ്യം രാജാവ എന്ന് പറയുന്ന സ്ഥലത്താണ് അച്ഛനായിട്ട് പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ അവിടെ ഇതുപോലൊരു ചർച്ച, 60-62 പേരുള്ള ഒരു ചർച്ച. അവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ ഈ വെളുപ്പിന് 4 മണിക്കൊക്കെ എഴുന്നേറ്റ് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഞാനിങ്ങനെ ഓർക്കും, ഞാൻ സ്റ്റാർട്ട് ചെയ്തതുപോലെ ഒരു ഇടവകയാണല്ലോ എനിക്ക് ഞാൻ അവസാനിക്കുന്ന ഒരു ഇടവക. അതും സ്വന്തം ദേശത്തല്ല. ആദ്യത്തേത് നോർത്ത് ഇന്ത്യയിലായിരുന്നു, രണ്ടാമത്തേത് അവസാനത്തേത് ഒമാനിലായിരുന്നു എന്നുള്ള വ്യത്യാസം. അത് 62, ഏകദേശം 62-65. പക്ഷേ അല്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ഞാൻ അർഹനാണെന്ന് ഞാൻ അവിടെ വീട്ടിൽ ചിന്തിക്കുകയാണ്. ഞാൻ വലിയ ഇടവുകളിലൊക്കെ 500 വീടുള്ള പള്ളിയിലൊക്കെ വികാരിയായിട്ടുണ്ട്. പുയ്യപ്പള്ളി എനിക്ക് തോന്നുന്നു 500 വീടാണ്. അത് കഴിഞ്ഞ് ദൊറോഡ എന്ന് പറയുന്ന പള്ളി ഉണ്ടായിരുന്നു. അന്നും അവിടെ 400-500 വീടാണ്. ഇപ്പോൾ വന്ന പഴനി ഇടവക ഏതാണ്ട് 400 വീടുണ്ടായിരുന്നു. ഒരു സമയം പോലും ഇരിക്കാൻ നേരിടും. എത്ര വെള്ളം മൂടിയാലും നമ്മൾ പ്രവർത്തിച്ച ഒരു ഫീലിംഗ് ആളുകൾക്കും ഇല്ല, നമുക്ക്. അവർക്ക് എത്ര പ്രവർത്തിച്ചാലും സന്തോഷം. നമ്മൾ കിടന്ന് നടുവൊടിഞ്ഞ് വർക്ക് ചെയ്യണം. ബൈക്കിനകത്ത് അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു, അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു. സേവിയാസം, ഇടവ ബിഷപ്പ്, പൗരസന്ദേശം. എനിക്ക് തോന്നുന്നത് ഇപ്പൊ കൊറോണ സമയത്ത് ഞാൻ പോകാത്ത സ്ഥലങ്ങളില്ല. പക്ഷെ എനിക്ക് കൊറോണ വന്നില്ല എന്നുള്ളത് വേറെ ഒരു സംഗതി. എന്നാൽ ഇവിടെയാണെങ്കിൽ വ്യത്യാസം. ഇവിടെ ഒന്നും പ്രവർത്തിച്ചില്ല. ഒന്നും പ്രവർത്തിക്കാതെ ഇത്രയും നല്ല കാര്യങ്ങളൊക്കെ പറയുന്നത് പറഞ്ഞാൽ എന്നെ നിങ്ങൾ സന്തോഷത്തിലൊക്കെ പറഞ്ഞായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അച്ഛൻ പോകുമ്പോൾ ഇനി തൊട്ടിട്ട് ശങ്ക വീഴുന്നത് എന്ന് വിചാരിച്ചപ്പോൾ പറഞ്ഞു. അല്ല, സത്യത്തിലോ അങ്ങനെ. പക്ഷെ നിങ്ങളെല്ലാം കുറച്ച് വീട്ടുകാരുള്ള ഒരു സ്വഭാവം ഞാൻ സന്തോഷത്തോട് പോകുമ്പോൾ നിങ്ങളെല്ലാവരും നല്ല സ്നേഹമുണ്ടാകും. ഈ അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്തിൽ ചിലപ്പോൾ അങ്ങോട്ടും എന്തെങ്കിലും പറയുമ്പോട്ടും അത് വേറെ കാര്യം. അതൊന്നും ഈ ഞാനെപ്പോഴും ഓർക്കുന്നത് ഒരിടവകയിലും അച്ഛന്മാർക്ക് സ്ഥായിയായ ശത്രുക്കളില്ല. എന്തെങ്കിലും ഒന്ന് പറയുന്നത് പിന്നെ നമ്മൾ മറക്കും, പിന്നെ പഴയത് പോലെ അങ്ങ് ജീവിക്കാം. അതുകൊണ്ട് നമുക്ക് പിന്നെ അഡ്മിനിസ്ട്രേഷൻ വരുന്ന സമയത്ത് ചില ബുദ്ധിമുട്ടുകളുണ്ടാകും, അതിലൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അതൊന്നും സ്ഥായിയായിട്ട് നിലനിൽക്കുന്നതല്ല. എന്നാൽ ഇവിടെ അങ്ങനെയൊന്നും ഭരണപരമായിട്ടുള്ള സംഗതികളൊന്നും വളരെയധികം ഉണ്ടായിട്ടില്ല, പ്രയാസങ്ങളും ഉണ്ടായിട്ടില്ല. ഞാൻ വരുമ്പോൾ ഉണ്ടായിരുന്ന കമ്മിറ്റി 3 വർഷം 3 കമ്മിറ്റികളാണ് ഉണ്ടായിരുന്നത്. എല്ലാവരും നല്ല തങ്കം പിടിച്ചതായിട്ടുള്ള വളരെ സന്തോഷകരമായിട്ടാണ് അവരെല്ലാം ഓർക്കുന്നതും. ഞാൻ
ഞാൻ ഒരാളുടെ പേര് പറഞ്ഞാൽ പിന്നെ ഒരുപാട് പേരുടെ പേര് പറയും. ഒരാളുടെയും പേര് ഞാൻ പരാമർശിക്കില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എന്നെ സന്തോഷത്തോടെ കരുതി. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഈ സംരംഭമൊക്കെ എല്ലാവരും കവറുകൾ തരിക. ഞാനത് എന്തോ ഉണ്ടെന്നുള്ളതിന് നമുക്ക് പറയാം. ഏതായാലും അതിനൊക്കെ വളരെ നന്ദി. അപ്പൊ ഞാൻ പെൻഷൻ പറ്റി പോകുമ്പോൾ ജീവിക്കാൻ നോക്കി ഇത് കാണുമെന്ന് ഞാൻ വിചാരിക്കുകയായിരുന്നു. അങ്ങനെ ആയിരിക്കട്ടെ. ഏതായാലും തന്നതിനെല്ലാം ഭയങ്കര ഹാപ്പി. നിങ്ങൾ പറഞ്ഞതിനെല്ലാം വളരെ സന്തോഷം. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാനൊരു ഇടവകയിൽ ഇനി കൊച്ചമ്മയുടെ വിളിക്കാൻ തയ്യാറോ? അതുകൊണ്ട് ഞാൻ പറയും. കൊച്ചമ്മ ഇനി അതിന് ബുദ്ധിമുട്ടിക്കുന്നു. ഞാൻ പൂയപ്പള്ളി എന്ന് പറഞ്ഞ ഒരു ഇടവകയിൽ 500 വീട്. എപ്പോഴും നിങ്ങൾ പൂയപ്പള്ളി പോയി ഭയങ്കര 4 കൊല്ലം ഈ സെൻറ്റ് സമയത്ത് ഒരു സൺഡേ സ്കൂളിനെ നമ്മുടെ ദീപ പ്രസംഗിയായിട്ട് നമ്മുടെ സൺഡേ സ്കൂളിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു സാറാണ്, അധ്യാപകനാണ്, റിട്ടയർഡ് അധ്യാപകനാണ്. പുള്ളി എന്നെ കുറിച്ച് ഒന്നുമേ പറയുന്നില്ല, എല്ലാം കൊച്ചമ്മയെ കുറിച്ച്. ഞാനിങ്ങനെ വിചാരിച്ചു കൊച്ചമ്മ എന്തോ പ്രവർത്തിച്ചു. അതിന് ഈ മനുഷ്യന് ഈ കൊച്ചമ്മയെ കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തി 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 പുകഴ്ത്തി. അപ്പൊ ആ സൈലൻസിനകത്തും ഒരു പ്രവർത്തനമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയതാണ്. എന്നാണ് യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വേറെ അവിടെ കൂട്ടുകാരി പെൺകുട്ടി ഉണ്ടായിരുന്നു, ചെറുപ്പക്കാരി. ഒരിക്കലും പാഴ്സലിനെ കാണത്തില്ല, എവിടെയായിട്ട് നിന്ന് യാത്ര. അപ്പൊ ഞാൻ ഒരിക്കൽ പറഞ്ഞു, നീ വല്ലപ്പോഴും ഒന്നും വീട്ടിലൊന്നിരിക്കുക, എന്തിനായി കൊച്ചിൻ്റെ കുടിക്കാൻ യാത്ര ചെയ്യും. പക്ഷെ ഇപ്പൊ യാത്ര ചെയ്യാൻ ഭയങ്കര മടിയായി പോയിരുന്നുള്ളതിലൂടെ. അപ്പൊ നാളെ ഞാൻ റൂമിക്ക് പോകാൻ വെച്ചിട്ടുണ്ട്. ഒരു യാത്രയൊക്കെ വളരെ പഠിച്ചു, ഓപ്പറേഷനോട് കൂടി യാത്രയൊക്കെ ഒത്തിരി പഠിച്ചു. ഇങ്ങനെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നോക്കി. ഈ സെക്രട്ടറി സ്ഥാനത്തെ ഏൽപ്പിച്ച് കൊച്ചമ്മയൊന്നും പ്രവർത്തിച്ചില്ല കേട്ടോ. എല്ലാം ഞാനാണ് പ്രവർത്തിച്ചത്, റിപ്പോർട്ട് എഴുതിയത് എല്ലാം ഞാനാണ്. അത് പ്രത്യേകിച്ച് നിങ്ങൾ ഓർത്തോളൂ. എന്നാലും പ്രശംസയൊക്കെ കൊച്ചമ്മയ്ക്ക് ഇരിക്കട്ടെ, അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും കൊടുക്കണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ ജോർജ് ഒരു കാര്യം പറഞ്ഞു, അത് മറുപടി പറയണം. അച്ഛൻ ഈ സ്വാതന്ത്ര്യമായി ഈ അച്ഛന്മാർക്കൊരു പ്രോട്ടോക്കോളുണ്ട്. അച്ഛന്മാർക്ക് ഒരിടവയിൽ കയറി ചെല്ലാൻ പറ്റും വികാരിയുടെ അനുവാദമില്ലാതെ. വികാരിയായിട്ടിരിക്കുമ്പോൾ ഇടവകാലിതങ്ങളുടെ വീട്ടിലെങ്കിലും അന്വേഷിച്ചു പോകാം. ഇത് ഒരു വികാരിയുടെ അണ്ടറുള്ള പള്ളിയിൽ, ഒരു ഇടവാങ്ങത്തിന്റെ പള്ളിയിൽ നമുക്ക് പോകാൻ സ്വാതന്ത്ര്യമില്ല. അത് അച്ഛൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ അതൊരു ബാഡ് പ്രോട്ടോക്കോളാണ്. ഈ നടപടിയിലാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ കല്യാണത്തിന് ക്ഷണിച്ചാൽ പോകാം, ഒരു മാസത്തേക്ക് ക്ഷണിച്ചാൽ പോകാം. നിങ്ങളാരെങ്കിലും സ്വന്തം ഇടവകയോ അച്ഛായിട്ടൊന്ന് വാങ്ങു പറഞ്ഞു എന്തൊരു കാര്യത്തിന് ക്ഷണിച്ചാലല്ല എന്നുള്ളതല്ലാതെ അങ്ങനെ നമ്മൾ സ്വന്തമായിട്ട് കയറി പോകാനുള്ള പ്രോട്ടോക്കോൾ മാർത്തോമോസമില്ല. അത് ഗുണത്തേക്കാളേറെ ആ എന്നെ സംബന്ധിച്ച് റിട്ടയർഡായ അന്തസ്സായിട്ട് ജീവിക്കുന്ന അച്ഛന് ദോഷമായിട്ട് മാറും. അതുകൊണ്ട് അങ്ങനെയൊന്നും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. വീട്ടിൽ തന്നെ വിശ്രമം ഒരു പുസ്തകം എഴുതണമെന്നുണ്ട്. എന്നെ എൻ്റെ കൂടെ പഠിച്ച 12 അച്ഛന്മാരുണ്ട്. അപ്പോൾ അച്ഛന്മാരെല്ലാം എന്നെ ആശംസിച്ചത് അച്ഛൻ നല്ല എഴുതാൻ കഴിവുള്ള ഒരാളാണ്, പുസ്തകം എഴുതണമെന്ന് പറയാം. പുസ്തകത്തിൻ്റെ ഹെഡിങ്ങെല്ലാം ഞാൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. കുറേശ്ശെ എഴുതാൻ തുടങ്ങിയിട്ടുണ്ട്. അത് എഴുതി പൂർത്തീകരിക്കണം. പൂർത്തീകരിക്കുമ്പോൾ അതിൻ്റെ കോപ്പിയായിട്ട് ഞാൻ ഇവിടെ വരാം കേട്ടോ. പൈസ ഒന്നും തരണം, ഫ്രീ എല്ലാത്തിനും തന്നെ. എല്ലാവരും എന്നെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എന്നെ കരുതിയിട്ടുണ്ട്. എല്ലാവരും എന്നെ കരുതിയിട്ടുണ്ട്, എല്ലാവരും എന്നെ സ്നേഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരോടും നന്ദി. ഞാനിപ്പോൾ എന്നടുത്ത് പറയുന്നു. വേറെടുത്ത് പറഞ്ഞാൽ ഒരാളുടെ പേര് പറയും, പിന്നെ എനിക്ക് ഒരാളുടെ പേര് മാത്രം ഞാൻ പറയാനാണ്. നമ്മുടെ ദീപ. ഞാൻ അവരുടെ വീട്ടിൽ പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് അവര് അരമനയെ വന്നു, കൊട്ടാരക്കര അരമനയെ വന്നു. അരമന വന്നപ്പോൾ ഇപ്പം എന്നെ വിളിച്ചു പറഞ്ഞു, അച്ഛൻ്റെ വീട്ടിലോട്ട് ഞാനത് വരുന്നുണ്ട്. അങ്ങനെ ഈപ്പൻ
ദീപയും മോളും കൂടെ ഞാൻ അരമയെ പോയി വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് എന്നോടൊപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. വേറെ ഈ ഇടവയിൽ 6 മാസം ഉണ്ടായിരുന്നു. നിങ്ങളാരും നാട്ടിൽ വന്നിട്ടില്ല. എന്നാൽ ഇനി വരുമ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീട്ടിൽ വരണം. വീട്ടിൽ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം, ലഞ്ച് വേണമെങ്കിൽ കഴിക്കാം, ഡിന്നർ ഞങ്ങളോടൊപ്പം കഴിക്കാം. നല്ല സ്ഥലമാണ്, നല്ല സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. ഈ സാൻ താമസിക്കുന്നതിലോട്ട് റോഡ് ലക്ഷ്യങ്ങളുടെ സൈഡിൽ നിന്ന് അവിടെ എപ്പോഴും പൊടി ഞങ്ങൾ താമസിക്കുന്നത് ഇതിലോട്ട് കയറി നല്ല ഒരു ഗ്രാമീണ അന്തരീക്ഷത്തിലാണ് പള്ളിയുടെ അടുത്താണ്. എൻ്റെ സ്വന്തം ഇടവയെന്ന് പറഞ്ഞ് വൈക്കം സെൻറ് തോമസ് ഇടവയാണ്. അപ്പോൾ ഈ അവിടുത്തെ അച്ഛൻ്റെ അണ്ടറിലാണ് ഞാൻ ഇനി പ്രവർത്തിക്കുന്നത്. അച്ഛൻ പറയുന്ന ജോലിയൊക്കെ ചെയ്യണം. അങ്ങനെയാണ് മാത്രം കൂടുതൽ. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, എല്ലാവർക്കും സ്നേഹം. നിങ്ങൾ എന്നോട് ചെയ്ത, കുടുംബത്തോട് ചെയ്ത സ്നേഹം, കരുതൽ, നിങ്ങൾ തന്ന ഭക്ഷണം, നിങ്ങൾ തന്നതായിട്ടുള്ള കവറുകൾ, നിങ്ങൾ തന്നതായിട്ടുള്ള സ്നേഹം, ഇതിനെല്ലാം നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ താമസിക്കുന്ന ദേശത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഇടവകയായി ചെയ്തതായിട്ടുള്ള എല്ലാ സ്നേഹത്തിനും കരുതലിനും ഈ സന്തോഷകരമായിട്ടുള്ള യാത്രയോട് ഈ ക്രൈസ്തവ സമിതിയോട്, മുൻ വർഷങ്ങളിലെ ക്രൈസ്തവ സമിതി എല്ലാ പരിപാടികളും ഉള്ള നന്ദി അറിയിക്കുന്നു. ആരോടെങ്കിലും നന്ദി എവിടെയെങ്കിലും സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ട്, പ്രായത്തിൻ്റെതാണോ ക്ഷമിക്കണം എന്ന് ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മളെ ധാരാളമായി മേരിക്കുട്ടി മാമ അധ്യക്ഷയാണ്. അധ്യക്ഷയോടുള്ള നന്ദി പറയണമല്ലോ. അധ്യക്ഷയോടുള്ള പ്രത്യേക നമ്മൾ ഇന്ന് ഈ അടുത്ത ആഴ്ചയാണ് ഇതിലൂടെ ക്രമീകരിച്ചിട്ടുള്ളത് ഈ മീറ്റിങ്ങുകൾ. അപ്പം ഞാനാണ് പറഞ്ഞത് അടുത്ത ആഴ്ച പുതിയ ഈ മീറ്റിങ്ങെല്ലാം കൂടെ അങ്ങ് കണ്ടസ്റ്റായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ ആ ഗൗരവം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഇത് വെച്ചിട്ട് അടുത്ത ആഴ്ച നമുക്ക് കൂടി നടത്താം. അതുകൊണ്ട് കമ്മിറ്റിക്കാർ വെച്ചാൽ ഭക്ഷണം ഇന്ന് വേണം. അപ്പം ഞാൻ പറഞ്ഞു പോകുന്നതിൻ്റെ തലേന്നാവുമ്പോൾ എല്ലാവർക്കും ഒന്ന് കാണാനും കേൾക്കാൻ വെളിയിൽ നിന്ന് സംസാരിക്കാൻ ഒരു അവസരം കൊടുത്തിട്ടുള്ളത്. ഫുഡിൻ്റെ കഴിയുമ്പോഴും അടുത്ത ആഴ്ച മതിയെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ടാണ് അത് അങ്ങനെ ക്രമീകരിച്ചത്. ഇനി ആർക്കെങ്കിലും ചിലപ്പോൾ പ്രയാസം കാണും, അച്ഛൻ്റെ സെൻഡ് ഓഫിനല്ലേ അതുകൂടെ ക്രമീകരിക്കുന്നത് ഒന്ന് ചിന്തയുണ്ടെങ്കിൽ ആ പാപ്പാരം കൂടെ ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. താങ്ക് യു വെരി മച്ച്. അടുത്തതായി വോട്ട് ഓഫ് താങ്ക്സിനായി മിസ്റ്റർ ജോർജ് ഫിലിപ്പിനെ ക്ഷണിച്ചു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇത്രയും മനോഹരമായി ഒരു ഫെയർവെൽ മീറ്റിംഗ് നടത്തുവാൻ ഇടയാക്കിയ ദൈവകൃപയ്ക്ക് ആദ്യമായി ദൈവത്തിന് നന്ദി പറയുന്നു. നമ്മുടെ ഈ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷത അലങ്കരിച്ച നമ്മുടെ വൈസ് പ്രസിഡന്റ് മേരിക്കുട്ടി മാമ, മേരിക്കുമ്മയുടെ ക്രമീകരണ പ്രകാരമാണ് നമ്മൾ ഈ മീറ്റിംഗ് ഇവിടെ നടത്താൻ സാധിച്ചത്. മാമയുടെ നന്ദി സ്നേഹവും ഈ സമയത്ത് അറിയിച്ചു കൊള്ളുന്നു. അതുപോലെ തന്നെ ഈ അറിവ് സമ്മേളനത്തിൽ കടന്നു വന്ന നമ്മുടെ പ്രിയപ്പെട്ട ഇടവികാരി ജേക്കബ് അച്ഛനും കൊച്ചമ്മയ്ക്കും, എനിക്ക് അച്ഛനെ പറ്റി പറയുകയാണെങ്കിൽ കഴിഞ്ഞ 3 വർഷക്കാലവും അച്ഛൻ്റെ പ്രോസസ്സിൽ എനിക്ക് സാധിച്ചു. അതുപോലെ തന്നെ അച്ഛൻ്റെ കുടുംബമായിട്ടും വളരെ അടുത്ത് ഇടപെടാൻ എനിക്ക് സാധിച്ചു. അച്ഛനും കൊച്ചമ്മയോടും ഉള്ള നന്ദി സ്നേഹവും ഇടവകയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഈ സമയത്ത് അറിയിച്ചു കൊള്ളുന്നു. അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിന് ഗാനങ്ങൾ ആരംഭിച്ച നമ്മുടെ കോരങ്ങളോടുള്ള എല്ലാവരോടുള്ള നന്ദി സ്നേഹവും ഈ സമയത്ത് അറിയിച്ചു കൊള്ളുന്നു. ഇടവകയുടെ പേരിലും നമ്മുടെ പോഷക സംഘടനയുടെ പേരിൽ എല്ലാവരും ഇടവകയുടെ പേരിൽ ആശംസ അറിയിച്ച ജോർജ് തോമസ്, പോഷക സംഘടനകളായ സൺഡേ സ്കൂൾ, സേവിക സംഘം, കോയർ, ഇടവ മിഷൻ ഇവയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആശംസ അറിയിച്ച വിനു ടി, ഡോക്ടർ വിനു തോമസ്, മിസ്റ്റർ ദീപ ഈപ്പൻ, അമ്മിണി സാ എന്നിവരോട് നന്ദി സ്നേഹം അറിയിക്കുന്നു. അതുപോലെ തന്നെ സ്നേഹോപകാരം നൽകിയ എല്ലാവരോടും നമ്മുടെ ട്രസ്റ്റി
തോമസ് ജോസഫ്, അസംബ്ലി മെമ്പർ അഭിലാഷ് വർഗീസ്, സോജി എബ്രഹാം, ഡോക്ടർ ബിനു മാത്യു, മിസ്സിസ് ഷൈനി വിനു, മിസ്സിസ് ജെയ്നാൻ എന്നിവരോടുള്ള നന്ദി സ്നേഹവും ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രോഗ്രാമിന് ആങ്കറായി ഇവിടെ വരികയും ഏൽപ്പിച്ച ഉത്തരവാദിത്വം വളരെ ഉത്തരവാദിത്വത്തോട് ഭംഗിയോട് നിർവഹിക്കുകയും ചെയ്ത നമ്മുടെ പ്രിയ സഹോദരി ലിജി സൈബിനോടുള്ള നന്ദി സ്നേഹവും ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. നമ്മുടെ ഈ പ്രോഗ്രാമിന് ഓപ്പൺ പ്രയർ നടത്തിയ തോമസ് മാത്തിച്ചാനും ക്രോസിംഗ് പ്രയർ നടത്തുന്ന സിനു ഇപ്പാനോടുള്ള നന്ദി സ്നേഹവും ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. ഈ ഇടവകയിലെ എല്ലാ ക്രൈസ്തവ അംഗങ്ങളോടുള്ള നന്ദി സ്നേഹവും അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ ഈ മീറ്റിംഗിലേക്ക് കടന്നു വന്ന നമ്മുടെ ഇടവകയിൽ നിന്നും ബുറേമി, ഇബ്രി എന്നീ പ്രയർ ഗ്രൂപ്പുകളിൽ നിന്നും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരോടുമുള്ള നന്ദി സ്നേഹവും ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്ക് നിർവഹിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അടുത്തതായി ക്ലോസിംഗ് പ്രയറിനായി റേച്ചൽ സിനു എപ്പാനെ ക്ഷണിച്ചു. കണ്ണടയ്ക്കാം. പരിശുദ്ധനും കരുണാസമ്പന്നമായ പ്രിയ കർത്താവേ, അവിടുത്തെ പാതകളുടെ നിന്റെ കുഞ്ഞുങ്ങളാവുന്ന അടിയങ്ങൾക്ക് ഒരുമിച്ച് ഇത്തരത്തിൽ കൂടി വരുവാൻ സ്വർഗം ഒരുക്കിയ സാവകാശത്തിനായി നന്ദിയോടെ സ്തോത്രം. അപ്പ നിന്റെ ആരാധനയിൽ നീ ഞങ്ങളെ ഓർമ്മിപ്പിച്ചുവല്ലോ. പൂർണ്ണമായി നിന്റെ വചനത്തിൽ ആശ്രയിക്കുക, നിന്റെ സന്നിധിയിൽ കർത്താവെ കാത്തിരിപ്പാൻ ശിഷ്യന്മാരോട് പറഞ്ഞു. നിന്റെ തിരുവചനം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ എന്ന് വിളിച്ചതുപോലെ സ്വർഗത്തിലെ അപ്പ നിന്റെ മുൻപാകെ ഞങ്ങൾ ഒരു നാൾ നിൽക്കുമ്പോൾ നിന്റെ വചനത്തിൽ ആശ്രയം നിൽക്കാത്തവരായിട്ടില്ല, പൂർണ്ണമായ ആശ്രയം വെച്ചുകൊണ്ട് നിന്റെ സ്നേഹത്തിലും കരുതലിലും നിന്നുകൊണ്ടായിരിക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുഭത്തെ ഞങ്ങളുടെ ആരാധന, ഞങ്ങളുടെ പ്രാർത്ഥന, ഞങ്ങളുടെ കൂടിവരവ് ഒക്കെയും അവിടത്തേക്ക് പ്രസാദകരമാകുവാൻ സ്വർഗം ഇടയാക്കണമേ. പ്രത്യേകിച്ച് ഈ നിമിഷം ഞങ്ങൾ കൂടി വന്നിരിക്കുന്ന ഉദ്ദേശം സ്വർഗം മുന്നമേ അറിഞ്ഞിരിക്കാൻ നന്ദിയോടെ സ്തോത്രം. സ്വർഗത്തിലെ അപ്പ നിന്റെ ശുശ്രൂഷകനായിട്ട് ആഗ്രഹിച്ചു നിന്റെ ദാസനെ ഈ കുതിഞ്ഞു വേണം മാനവമഹത്വം അങ്ങെടുത്താട്ട് പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ഇത്രയും ദൈവത്തിലെ നന്മകൾ പ്രിയമുള്ള പ്രിയമാനങ്ങളോട് നമ്മുടെ പ്രയത്നങ്ങളോട് നമ്മുടെ ജീവിതാനുഭവങ്ങളോട് ദൈവം മുതൽ നമ്മുടെ പുതിയ വികാരിയായിരുന്ന പ്രിയപ്പെട്ട അച്ഛൻ്റെ യാത്ര എപ്പോഴും സദാസനം ഉണ്ടായിരിക്കുമാറാകട്ടെ. Oh